ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ഓണത്തിന് എല്ലാവരും മേക്കപ്പ് ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മുടെ സ്കിന്നൊന്ന് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ആ മേക്കപ്പിനും വലിയ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലും ഫേസിലും ഒക്കെ ഹെയർസ് കളിച്ചിട്ടുണ്ട്, ഒരുമാതിരി ഡള്ളായിട്ട് ഫേസ് ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ചധികം പണികൾ നമുക്ക് ഫേസിൽ ചെയ്യാനുണ്ട്. ത്രെഡ് ചെയ്തത് ഓക്കെയാണ്, കുഴപ്പമില്ല. കയ്യിലും ഹെയർസ് ഉണ്ട്, കാരണം ഞാൻ വാക്സോ അല്ലെങ്കിൽ ഷേവോ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി ഫേസിലും അതുപോലെ തന്നെ കയ്യിലും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മിസെല്ല വാട്ടറാണ് സ്പ്രേ ചെയ്യുന്നത്. ടിഷ്യൂവിൽ സ്പ്രേ ചെയ്ത് ഫേസിൽ ഫുള്ളൊന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് മൂക്കുത്തിയോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ ഞാൻ മൂക്കുത്തി അത് ഊരിയിട്ട് നോസും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിങ് ആയതുകൊണ്ട് ഈസിയാണ് ഇടാനും ഊരാനും. പക്ഷേ അതല്ല നമ്മുടെ മറ്റ് സ്റ്റഡിൻ്റെ മൂക്കുത്തി ആണെങ്കിൽ നല്ല പാടാണ്, കുറച്ചധികം ടൈം അതിനെടുക്കും. കാരണം ഞാൻ കുത്തിയിരിക്കുന്നത് റൈറ്റ് സൈഡിലൂടെ ആയതുകൊണ്ട് നല്ല പാടാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് സ്ക്രബ്. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഷുഗറും തേനുമാണ്. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ ആ ബ്രൗൺ ഷുഗറും തേനോട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ദിവസമായി ഞാൻ ലിപ്പ് സ്ക്രബ് ചെയ്തിട്ട്. അപ്പോൾ ലിപ്പ് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുമ്പം, ലിപ്സ്റ്റിക്ക് ഇടുമ്പം ഇങ്ങനെ വടിച്ച് കീറി നമ്മുടെ ലിപ്സ് ഇരിക്കത്തില്ല. ഒരു ക്ലീൻ, ഒരു സ്മൂത്ത് സർഫസ് നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും ഒക്കെ ഇടാനുള്ളത് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ചുണ്ടിലിട്ട് ഉരയ്ക്കരുത്. അതറിയാമല്ലോ, ഒരു മയത്തിൽ വേണം ലിപ്പ് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഷുഗറിൻ്റെ കൂടെ തേനില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, അതൊന്ന് ഡൈലൂട്ട് ചെയ്യുന്ന രീതിയിൽ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഞാൻ നക്കുകയും ചെയ്തു. അങ്ങനെ ലിപ്പൊന്ന് സ്ക്രബ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഇളകിയ ടിഷ്യൂസൊക്കെ പോയി അതൊന്ന് ക്ലീനായിട്ട് കിട്ടും. പിന്നെ നമുക്കിനി ഫേസിൽ ചെയ്യേണ്ടത് ഫേസ് മാസ്ക് ഇടണം. ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫേസ് മാസ്ക് ഇടുക എന്നുള്ളതാണ്. കാരണം ഫേഷ്യൽ റേസർ യൂസ് ചെയ്ത് എങ്ങാനും ചെറിയ മുറിവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മാസ്ക് ഇടുമ്പം ഭയങ്കര പെയിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് മാസ്ക് ഇട്ട് ഒന്ന് പ്രിപ്പയർ ആക്കിയതിന് ശേഷം പിന്നെ ഹെയർ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഉപ്താൻ ഫേസ് മാസ്ക് ആണ് എടുത്തത്. അത് പാലുമായിട്ട് ചേർത്ത് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉപ്താൻ ഫേസ് മാസ്ക് ഇല്ലെങ്കിൽ കടലമാവിനകത്ത് നമ്മുടെ ടർമറിക് ഇല്ലേ, മഞ്ഞളിട്ടിട്ട് അത് പാലിലോ തൈരിലോ മിക്സ് ചെയ്തിടാം. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കടലമാവിൽ ഇട്ടിട്ട് പാലുമായിട്ട് ഈ ടർമറിക് ഇടുന്നതാണ്. അതൊരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പൗഡർ മേടിച്ച് വെച്ചേക്കുന്നത്. അതല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് എനിക്കൊരു ബ്രൈറ്റ്നസ് തരുന്നത് തോന്നിയത് കോഫി ഫേസ് മാസ്ക് ആണ്. കോഫിക്കകത്ത് കടലമാവ് ഉണ്ടെങ്കിൽ അതിനകത്ത് കോഫിയും കൂടെ ചേർത്തിട്ട് പാലുമായിട്ട് തേക്കുന്നത്, അതും ഒരു സഡൻ ഗ്ലോ തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കടലമാവിൽ നമ്മുടെ ടർമറിക് ഇട്ടിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസിൽ നല്ല കോട്ടടിച്ചിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാസ്ക് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. ആൻഡ് ഇത് ഉണങ്ങിയിട്ട് തിരിച്ചു വെള്ളം വെച്ച് കഴുകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് സ്ക്രബ് ചെയ്തിട്ടൂടാണ് എപ്പോഴും എടുക്കാറ്. വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ കുറേ നാളായി, ഒരു 2 months മുകളിലായിട്ടുണ്ടായിരിക്കും ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അതിനുള്ളൊരു ടൈമും കിട്ടുന്നുണ്ടായിരുന്നില്ല, എനിക്കൊരു ഇടണമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓണമൊക്കെ വന്നപ്പോൾ എന്തായാലും ഒരു മേക്കപ്പ് ഒക്കെ ഇടണമെങ്കിൽ ഫേസ് ഒന്ന് അത്യാവശ്യം നല്ലതായിരിക്കണം. പിന്നെ ഞാൻ കയ്യിലും നന്നായിട്ട് ടാൻ അടിച്ച പോലെ എനിക്ക് തോന്നിയുകൊണ്ട് ബാക്കി വന്നത് ഞാൻ കയ്യിലിട്ടു. ഒരുപാട് കയ്യിലിട്ടാൽ ഭയങ്കര അങ്ങ് ഇരിക്കുന്നിടം മെസ്സിയാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കയ്യിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കയ്യിൽ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയി കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അതിനുശേഷം കുറച്ചുകൂടെ ഫേസ് ഉണങ്ങാനായിട്ട് ബാക്കിയുണ്ട്. പറയുമ്പോൾ 10 minutes ഒക്കെയാണ്, പക്ഷെ ഞാൻ അത്യാവശ്യം എൻ്റെ സ്കിന്നൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഞാൻ ഫേസിൽ ഇടാറുണ്ട്. ആ കയ്യിലൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ട് പിന്നെ ഇങ്ങനെ വലിഞ്ഞങ്ങ് മുറുകുന്ന പോലെ ആവേണ്ട.
ബിക്കോസ് സ്കിൻ അപ്പോൾ ഒരു വലിയൽ വരും. ഞാനത് ഇത്രയും ഒരു പരുവത്തിൽ വെച്ചിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ഫേസിൽ ആദ്യം വെള്ളം അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് മാറ്റും. നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കാണാമല്ലോ. എനിക്ക് എപ്പോൾ ഈ ഒരു മാസ്ക് ഇട്ടാലും ഈ ഗുഡ് വൈബ്സിൻ്റെ ആയാലും അതല്ലെങ്കിൽ ബേസൻ പ്ലസ് ടർമറിക് പ്ലസ് മിൽക്ക് ഇട്ടാലും എനിക്കൊരു ബ്രൈറ്റ്നസ് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് മെയിൻ പാർട്ടെന്ന് പറയുന്നത് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാമെന്നാണ്. ഞാൻ ഈ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഫേഷ്യൽ റേസർ കൊണ്ടുള്ളതും, രണ്ടാമത്തെന്ന് പറയുമ്പം എൻ്റെ കയ്യിലൊരു ടൂളുണ്ട് ഈ ഫേഷ്യൽ ഹെയർസ് കളയാനായിട്ട്. അപ്പം സഡനായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി യൂസിനൊക്കെ ഞാൻ ആ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ എന്താ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നത് ഫേഷ്യൽ റേസറാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എല്ലായിടത്തെയും നോക്കി പയ്യെ ആ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റേസേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് ടൈം എടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു ധൃതിയിൽ നമ്മൾ ഫേഷ്യൽ റേസർ വെച്ചിട്ട് കളിക്കരുത്. കാരണം ഞാൻ എപ്പോഴൊക്കെ ധൃതിയിൽ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഫേസിൽ കട്ട്സ് വരാറുണ്ട്. അത് നല്ല പെയിൻഫുള്ളും ആയിരിക്കും. പിന്നീട് അത് ആ ഒരു കട്ട്സ് മാറി അവിടെ പാടാവാനും ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ ഫേഷ്യൽ റേസേഴ്സ് ഉപയോഗിച്ചാലും അത് ടൈം എടുത്തിട്ട് ഉപയോഗിക്കുക. ആൻഡ് വൺ മോർ, അലോവേറ ജെല്ലിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാം. ഞാൻ വെള്ളം ഫേസിലാക്കിയതിന് ശേഷമാണ് റിമൂവ് ചെയ്യുന്നത്, ഹെയർ റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഒരു ക്രീം ഇടാം, മോയ്സ്ചറൈസർ ക്രീം ഇട്ടിട്ട് റിമൂവ് ചെയ്യാം. എന്തെങ്കിലും ഫേസിൽ ഇട്ടതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസസും ഹൈ ആണ്. അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ലിപ് സ്ക്രബ് ചെയ്തു, ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഫേഷ്യൽ റേസറും യൂസ് ചെയ്ത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്തു. അപ്പോൾ തന്നെ നല്ലൊരു പ്ലംപി ആയിട്ട് നമുക്ക് തന്നെ സ്കിന്ന് ബെറ്റർ ഫീൽ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും അത് നന്നായിട്ട് സ്കിന്നുമായിട്ട് ചേരുകയും ചെയ്യും. മേക്കപ്പ് കുറച്ചുകൂടെ ഫ്ലോലെസ് ആയിട്ട് തോന്നുകയും ചെയ്യും. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്രാ പാച്ചസ് കുറേ നാളായി, അതിപ്പോഴും എനിക്ക് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് കണ്ണൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ് ഞാനിത് ഇട്ട് കൊടുക്കാറ്. ഡെയിലി ഞാൻ ഇടാറില്ല. കുറച്ച് നേരം അതിട്ടിട്ട് ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അത് റിമൂവ് ചെയ്തിട്ട് ഞാനൊരു ബോഡി വാഷ് ചെയ്തു. പ്ലസ് ഹാൻഡ്സിൽ ഹെയർസും റിമൂവ് ചെയ്തു. ഞാൻ ഷേവിങ് മെത്തേഡാണ് യൂസ് ചെയ്തത്. വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് സോപ്പോ അല്ലെങ്കിൽ ബോഡി ലിക്വിഡ് വാഷോ യൂസ് ചെയ്ത് പതപ്പിച്ചിട്ട് ഹെയർ നമ്മൾ റിമൂവ് ചെയ്യും. കൂടുതലും ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ വുമൻ വുമൻ റേസേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ദിസ് ഈസ് ലൈക്ക് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്പം തന്നെ കഴിഞ്ഞിട്ട് ലിപ്പ് ബാം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന് എൻ്റെ ചുണ്ടിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊരു ലിപ്പ് ബാം ആണെങ്കിൽ പോലും എനിക്കൊരു ലിപ് മാസ്ക് പോലെ അത് ഇടാനാണ് ഇഷ്ടം. അതപ്പോൾ അത്രയും കട്ടിയായിട്ട് കിടക്കുമ്പോൾ രാത്രിയിൽ ലിപ് മാസ്ക് ആയിട്ട് ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ലിപ്സിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും ഞാൻ ഈ ഒരു ലിപ് ബാം മാസ്കായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കിടത്താറ്. അപ്പം ആളുടെ ചുണ്ട് എപ്പോഴും ക്രാക്കാവും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ആൾക്കും ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ ടോണേഴ്സും ഒന്നും ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് മോയ്സ്ചറൈസിങ് മാത്രമാണ്. ആൻഡ് സ്നെയിൽ മോയ്സ്ചറൈസിങ് ആണ് ഇപ്പോൾ എൻ്റെ കറക്റ്റ് ഫേവറേറ്റ്. അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇതുപോലെ ഡാബ് ചെയ്യൽ പതിവാണ്. അതിനുശേഷം നമ്മൾ ബോഡി ഹെയർ റിമൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോഡി മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഒരു മൂഡ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ മൂഡാണെങ്കിൽ ആക്ച്വലി ഇന്നത്തെ ഡേയിൽ ഭയങ്കര ഒരു വല്ലാത്ത മൂഡായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തപ്പോൾ ഇറ്റ് ഫെൽറ്റ് സോ റിലാക്സിങ്, മൈൻഡ് ഒരു റിലാക്സിങ് ആയി. അതുപോലെ നമ്മുടെ ലൈക്ക് ഒരു ബെറ്റർ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഓക്സിറ്റോക്സിൻ റിലീസിനും ഇത് അടിപൊളിയാണ്. ആൻഡ് ഓണത്തിന് മേക്കപ്പ് മാത്രമല്ല, ഇങ്ങനത്തെ ചില കാര്യങ്ങളൂടെ ചെയ്താൽ യുൽ ബി ലുക്കിംഗ് ഗോർജിയസ്. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.